ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തറിൽ വെച്ച് നടന്ന അമേരിക്ക ഇറാൻ ചർച്ച, രണ്ടാം ഘട്ട ചർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉടനീളം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ഇറാൻ അവരുടെ അവകാശവാദം മുന്നോട്ട് വെച്ചിരുന്നത് അമേരിക്ക $6 ബില്യൺ ഞങ്ങളുടെ ഫ്രോസൺ ഫണ്ടിൽ നിന്നും റിലീസ് ചെയ്യും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അബ്ബാസ് അറക്ചി, അതുപോലെ തന്നെ ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെസസ്കിയാൻ, ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ അമേരിക്ക ഇന്ന് ഖത്തറിൽ വെച്ചിട്ട് ആ വിഷയത്തിനെ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ നിലപാട് ആ വിഷയത്തിൽ പണം ഞങ്ങൾ റിലീസ് ചെയ്യും, പക്ഷേ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ആണ് ആദ്യത്തെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി ബേസിസിൽ മാത്രമേ ഞങ്ങൾ പണം റിലീസ് ചെയ്യുള്ളൂ, അല്ലാതെ ഒരു തരത്തിലുള്ള പണമിടപാടുകളും ഇറാന് ഇപ്പം സാധ്യമല്ല എന്നുള്ളത് തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ്. ഇറാനാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതലേ ഞങ്ങൾ പോവില്ല, ഞങ്ങൾക്ക് ഇപ്പം ഈ മൊമെൻറ്റിൽ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തേണ്ടതില്ല എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് അവർ പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം അവർ ഖത്തറിൽ എത്തിയിട്ടുണ്ട് ചർച്ചയ്ക്ക്. ഇറാൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആസ് യൂഷ്വൽ പ്രകടനം തന്നെയാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ ഞങ്ങൾ പോവില്ല, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ മാറി നിൽക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന ഡിമാൻഡുകളുണ്ടെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് അമേരിക്കയെ വിളിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് ചെന്ന് ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന അതേ ഒരു ശൈലി തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കയിൽ നിന്നും സ്റ്റീവ് വിറ്റ്കോഫും ജെറദ് കുഷ്ണറുമാണ് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ദോഹയിലെത്തിയത്. ദോഹയുടെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള മജീദ് അൽ അൻസാരിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത്. അപ്പോൾ എന്തായാലും ഇറാൻ അവിടെ അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അമേരിക്ക ഒബേ ദ MOUയിൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സോ നിങ്ങൾ ലെബനൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം നിർത്തുക, അതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. അല്ല ഞങ്ങൾക്കിപ്പം അമേരിക്കയുമായിട്ട് ചർച്ച നടത്തേണ്ട ഒരു തരത്തിലുള്ള ആവശ്യങ്ങളും ഇപ്പോൾ ഇല്ല, ഞങ്ങളുടെ ഫ്രോസൺ ഫണ്ടുകൾ എത്രയും വേഗം ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് കിട്ടണം, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് എന്നേക്കും ഞങ്ങളുടെ കൺട്രോളിൽ തന്നെയായിരിക്കും, വി ആർ ദ വൺ ഗോയിങ് ടു റെഗുലറൈസ് ദ ട്രാഫിക് ഇൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ്, അതാണ് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചർച്ച നടത്തിയത്. ഇതിൽ പണ്ട് ഉന്നയിച്ചിരുന്ന ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റോ അല്ലെങ്കിൽ അണുവായുധം നിർമ്മിക്കരുതെന്നോ ഇസ്രായേലിൻ്റെ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സ്റ്റെൻസീവായിട്ട് അറ്റാക്ക് നടത്തുന്ന രീതിയിലുള്ള ലോങ് റേഞ്ച് മിസൈലുകളെക്കുറിച്ചോ ഒരു ചർച്ചയും അവിടെ നടന്നിട്ടില്ല. അതിലോട്ട് മുന്നോട്ട് പോകുന്നേ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ലെബനൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു മദർ, അവരുടെ മകൻ തൊട്ടടുത്തിരിക്കുന്നതാണ്. ഒരു 10-15 വയസ്സ് കാണും ഈ ചെറുക്കന്. ഈ പയ്യനെ ഹെസ്ബുള്ളയ്ക്ക് ദാനം ചെയ്യാൻ തയ്യാറാണെന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് മക്കളുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇവർ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ പയ്യനെക്കുറിച്ച് ഇത്തരത്തിൽ നാടിന് വേണ്ടിയിട്ട് ജീവൻ നൽകുന്നെങ്കിൽ എനിക്ക് അഭിമാനമാണെന്നുള്ള തരത്തിൽ മകനെ തൊട്ടടുത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് ഈ മദർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് അതേപടി തന്നെ നടന്നിരിക്കുകയാണ്. അവനെ അവർ ഹെസ്ബുള്ളയ്ക്ക് അയക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഈ പയ്യൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ബറിയൽ സെർമണി ഇപ്പം ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഒരുപാട് പേരുടെ ബറിയൽ സെർമണി നടത്തുന്നുണ്ട് ഹെസ്ബുള്ള. ഇന്നലെ കൂടി നമ്മളുടെ വീഡിയോയിൽ മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ നിരവധി കോഫിനുകളുടെ ഫൂട്ടേജസ് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കോഫിൻ ഈ പയ്യൻ്റെതാണ്. അതുപോലെ ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേലിൻ്റെ ആർമിയും ലെബനൻ ആർമിയും ഒരുമിച്ച് ജോയിൻറ്റ് മിലിറ്ററി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ലെബനൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സദൻ ലെബനനിൽ വെച്ചിട്ടാണ് ഇസ്രായേലിൻ്റെ ആർമിയും IDFും ലെബനൻ്റെ ആർമിയും തമ്മിൽ ആ ജോയിൻറ്റ് മിലിറ്ററി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നലെ ആദം ബ്രാദ് കൂപ്പർ എന്ന് പറഞ്ഞ സെൻകോമിൻ്റെ ചീഫ് കമാൻഡർ ലെബനനിലെത്തിയിരുന്നത്. അപ്പോൾ അത്യാവശ്യമെങ്കിൽ അമേരിക്കയുടെ ആർമിയും ഇടപെടും. അതുപോലെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരെടുത്തും ചർച്ചയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ ട്രംപ് ഇറാൻ കാല് പിടിച്ച് ചോദിച്ചു, ചർച്ച നടത്തിയേ പറ്റൂ, സംസാരിക്കണമെന്ന് ഇറാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ട്രൂത്തിൽ എഴുതി കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് നേരിട്ട് ഇറാൻ്റെ സ്പോക്സ് പേഴ്സൺ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി നിങ്ങളിത് എന്ത് ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അമേരിക്കയും ഇറാനും എത്രയും വേഗം ഒരു ഡീലിലെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അതിൽ നമ്പർ 1 ആഫ്രിക്കൻ റീജിയനിലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ 45% സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിനെ ഡിപ്പെൻഡ് ചെയ്താണുള്ളത്. പിന്നെ ലീസ്റ്റ് ഡിപ്പെൻഡൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാനഡയാണ് ഏറ്റവും കുറഞ്ഞ ലെവലിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അമേരിക്കയ്ക്ക് 3-ാം സ്ഥാനമാണ്, താഴെ നിന്ന് 3-ാം സ്ഥാനം. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാത്ത രാജ്യത്തിൻ്റെ പട്ടികയിൽ അമേരിക്കയ്ക്ക് 3-ാം സ്ഥാനമാണ്. അതുപോലെ ഈ ഫത്തേ പാർട്ടിയില്ലേ, ഈ വെസ്റ്റ് ബാങ്കിലുള്ള ഫത്തേ പാർട്ടി, അവർ ഹമാസിനെ മോക്ക് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ യെല്ലോ ലൈൻ ബോർഡർ ഉണ്ടല്ലോ, ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന യെല്ലോ ലൈൻ, ആ യെല്ലോ ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നിരന്തരം ശ്രമിക്കുന്നതും അതിന് ഇസ്രായേൽ അതിനെ നല്ല രീതിയിൽ റിറ്റാലിയേഷൻ ചെയ്യുന്നതും, അങ്ങനെ ഗാസ ഇപ്പോൾ ചുരുങ്ങി ഹമാസ് ഭരിക്കുന്ന ഗാസ ചുരുങ്ങി വളരെ ചെറിയൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഫത്തേ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ജൂദയ സമാരിയ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അഭിസംബോധന ചെയ്യുന്ന ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ഫണ്ട് കളക്ഷൻ ഓർഗനൈസേഷനിൽ കളക്ട് ചെയ്യുന്ന ഫണ്ടുകൾ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ആ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഓഫീസിലേക്ക് കയറി അത് സീസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ചാരിറ്റി ഓർഗനൈസേഷൻ ഓഫീസിനെ അവിടെ പ്രവർത്തിക്കേണ്ട എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അൽ ഇഹ്സൻ ചാരിറ്റി ഓർഗനൈസേഷൻ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. അതിൻ്റെ ഇമേജസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ IDF കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അൽ മവാസി എന്ന് പറഞ്ഞ ക്യാമ്പിന് നേരെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. 8 പേര് അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഗാസയിൽ നിന്നും ഉയരുന്നത്. പക്ഷേ ഇസ്രായേൽ ഫോട്ടോ സഹിതം, അതായത് ഈ അൽ മവാസി ക്യാമ്പിൽ താമസിച്ചിരുന്ന വ്യക്തി ഒക്ടോബർ 7 ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി വന്ന് ഇസ്രായേലികളെ ആക്രമണം നടത്തിയ ആ തീവ്രവാദിയാണ് ഞങ്ങൾ അറ്റാക്ക് നടത്തിയത് എന്നുള്ള രീതിയിൽ ഫോട്ടോ സഹിതം ഇസ്രായേൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറാഖിൻ്റെ ഉള്ളിൽ ആൻറ്റി കറപ്ഷൻ ക്യാമ്പയിൻ തുടരുകയാണ്. അപ്പോൾ അതിൽ 3 ലേഡീസിനെ കാണാനില്ല എന്ന് പറഞ്ഞതിൽ ഒരു ലേഡി MBA പിടികൂടിയിട്ടുണ്ട്. അവരുടെ വീട്ടിൽ കയറി പരിശോധന നടത്തിയതിൽ $11 മില്യൺ അതുപോലെ തന്നെ 4 ബില്യൺ വർത്ത് വരുന്ന ഇറാഖ് കറൻസിയും പിന്നെ ഗോൾഡ്, ചപ്പചവർ സാധനങ്ങളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ ഭയങ്കര റിച്ച് സാധനങ്ങളാണ്. അതിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞാൽ അതെന്തോ ഗിന്നസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതുപോലെ ഉണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗോൾഡ് ശേഖരം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും അവരെയും പൊക്കിയെടുത്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഈ പിടിച്ചെടുത്ത സാധനങ്ങളൊക്കെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അലി മരീജ് സ്വൈജി എന്നാണ് ഈ ലേഡിയുടെ പേര്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അലി ഹാമിസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു MPയും കൂടി കറപ്ഷൻ കേസിൽ ഇപ്പം പിടിക്കപ്പെട്ടിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് $54 മില്യൺ. പിന്നെ അയാളുടെ കയ്യിലും ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പം സീസ് ചെയ്തിരിക്കുകയാണ്. ഉക്രൈൻ ജപ്പാനെതിരെ ഒരു ആരോപണം. ജപ്പാനെതിരെ ആരോപണം എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ വന്ന് വീഴുന്ന മിസൈലുകളുണ്ട്, ഡ്രോണുകളുണ്ട്, ഇതേപോലത്തെ ഈ വെപ്പൺസിൽ ജാപ്പനീസ് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് സെലൻസ്കി ഉയർത്തുന്നത്. ജപ്പാൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ റഷ്യയിൽ എത്തി എന്നുള്ളത് അറിയത്തില്ല. ഇനി ഒരു പക്ഷേ ജപ്പാൻ തന്നെ ബാക്ക് ഡോർ വഴി സെയിൽ ചെയ്യുന്നതാണോ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം വഴി ഡബിൾ സെയിലിലൂടെ റഷ്യയിൽ എത്തിയതാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജപ്പാൻ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മാത്രമേ ഇത് അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഉക്രൈനിലെ സെലൻസ്കിയുടെ ആരോപണം നിലനിൽക്കുകയാണ്. സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാര ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അഹമ്മദ് അൽ ഷാര പൊസിഷനിൽ വന്നതിന് ശേഷം ഇസ്രായേൽ കയറി പിടിച്ച കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് ഈ UN ബഫർ സോണായിട്ടിരുന്ന ആ സ്ഥലങ്ങൾ, അതിൻ്റെ അപ്പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ ഇപ്പം അഹമ്മദ് അൽ ഷാരയ്ക്ക് തിരികെ വേണം എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഇസ്രായേൽ കൊടുക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അമേരിക്കയിൽ ഞാൻ ചർച്ച നടത്തിക്കോളാം. ഇസ്രായേൽ എത്രയും വേഗം ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടു നൽകിയിട്ട് അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മടങ്ങണം എന്നുള്ള രീതിയിലൊക്കെയാണ് സിറിയ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. വേണ്ടി വന്നാൽ ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തി സിറിയയ്ക്കുള്ളിലുള്ള കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഇലക്ഷൻ ഫേസ് ചെയ്യാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സിറിയയുടെ മൂവ്മെൻറ്റ്സ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതിക്കൊണ്ട് ഇസ്രായേൽ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുപോലെ സെലൻസ്കി മറ്റൊരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് റഷ്യൻ സോൾജറിനെ ബോർഡർ ഏരിയയിൽ വെച്ചിട്ട് ഫ്രണ്ട് ലൈനിൽ ജീവനോടെ പിടികൂടുന്ന ആൾക്കാർക്ക് $2500 ഗിഫ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ റഷ്യൻ സോൾജറിനെ കൊലപ്പെടുത്തുന്ന ആൾക്കാർക്ക് $350 ഗിഫ്റ്റ് കൊടുക്കും. പുതിയ അറിയിപ്പാണ്. അതേസമയം ഉക്രൈൻ്റെ ഉള്ളിൽ സോൾജേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. സിംഗിൾ പാരൻറ്റ് ഉള്ള ആൾക്കാരെയൊക്കെ ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം. അതായത് ഈ യുദ്ധത്തിന് കൊണ്ടുപോകരുതെന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഉക്രൈനിലെ സെലൻസ്കി പാലിക്കുന്നില്ല. ഉക്രൈനിലെ ഒരു പെങ്കൊച്ചിൻ്റെ വീഡിയോ വളരെ വൈറലായിരുന്നു ഇന്നലെ. അവർ പറയുന്നത് അവർ സിംഗിൾ പാരൻ്റാണ്, ഫാദറിനോടൊപ്പമാണ് താമസിക്കുന്നത്, മദറില്ല. ഇപ്പം ഈ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ള ആ വ്യക്തിയെ സെലൻസ്കി ഇപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്.
ഈ കൊച്ചിന് ആരുമില്ലാത്തൊരവസ്ഥയാണ്. മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉക്രൈനിലെ സെലൻസ്കി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ആരോപണം ഉക്രൈന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നലെ 3 സ്ഥലങ്ങളിൽ കാറ് പൊട്ടിത്തെറിച്ചു. ചൂട് കൊണ്ട് പൊട്ടിത്തെറിച്ചതാണോ, ഹീറ്റ് വേവ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് പൊട്ടിത്തെറിച്ചാണോ എന്നുള്ളത് ഇസ്രായേൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാർ പൊട്ടിത്തെറിച്ചത് ഹൈഫ ഏരിയയിലാണ്. അപ്പോൾ അങ്ങനെ വിവിധ ഏരിയകളിലായിട്ട് 3 സ്ഥലങ്ങളിൽ ഇന്നലെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കാറ് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടോ എന്നുള്ളത് ഇസ്രായേൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ POKയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. POJK, പാക് ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കശ്മീരിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ്, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നോളാം, പാകിസ്ഥാനുമായിട്ട് ഇനി യാതൊരു ബന്ധവും വേണ്ട, ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനമെടുത്ത് പാകിസ്ഥാൻ സർക്കാരിനോട് POJKയിലുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടേത് സെപ്പറേറ്റ് ഓട്ടോണമിയാണ്, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, ഞങ്ങൾ സെപ്പറേറ്റ് രാജ്യമായിട്ട് ഇരുന്നോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. इन्होंने इनके हाथ में किसी ने मोबाइल दे दिया, ट्विटर दे दिया, जो उठता है कहता है कश्मीरी जो है वो पहले वफादारी करते हैं। कश्मीर पाकिस्तान का हिस्सा नहीं है, कश्मीर पाकिस्तान की रियासत का हिस्सा नहीं है, ये पाकिस्तान का हमसे वफादारी नहीं। तुम पाकिस्तान के उन मेहनतकशों मजदूरों से वफादारी करो जिन्होंने तुम्हें मुफ्त भी नहीं किया हुआ और फिर भी तुम उनके सरों पर बैठे हुए हो। उनसे वफादारी का जो तरीका कार करो, लोगों को रोजगार दो, लोगों को इंसाफ दो, लोगों को तालीम दो, लोगों को वहां पर जिंदगी दो, एक जो है बाइज्जत जिंदगी वहां पर कोशिश करके लोगों को दो. ഇത് പാകിസ്ഥാൻ എങ്ങനെ അംഗീകരിക്കും എന്ന് നമുക്കറിയില്ല. അതേസമയം പാകിസ്ഥാന്റെ ഉള്ളിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഇന്ത്യക്കെതിരെയുള്ള കണ്ടംനേഷനാണ് അവർ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ വേണ്ടി വന്നാൽ ആക്രമണം വരെ നടത്തിക്കളയും എന്നുള്ള ഭീഷണി അവർ മുഴക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് ദം ഡു ഇറ്റ്, വി നോ വാട്ട് വി ഹാവ് ടു ഡു. അതേപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിലും കനത്ത ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 ഓയിൽ ടാങ്കറുകളാണ് ഇന്നലെ ബലൂച്ച് ലിബറേഷൻ ആർമി അറ്റാക്ക് നടത്തിയത്. പാകിസ്ഥാനിലേക്ക് ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുവരുന്ന ടാങ്കർ ലോറികളെയാണ് അറ്റാക്ക് ചെയ്തത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാൻ്റെ സൈഡിലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് തിരിച്ചടിക്കാൻ പോകുന്നത് അറിയില്ല. അപ്പോൾ ആ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ. ഈ അവസ്ഥയിൽ ഇറാൻ അമേരിക്ക ചർച്ച കൈവിട്ട് പോയിരിക്കുകയാണ്. അതിപ്പം ടോട്ടലി ഖത്തറിൻ്റെ കൺട്രോളിലാണ്. ഖത്തറിൽ ചർച്ച നടത്തിയത് ഖത്തർ റൂമിലിരിക്കും, അമേരിക്കൻ പ്രതിനിധികൾ പോയി സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് ഇറാൻ പോയി സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ടോക്കാണ് അവിടെ നടക്കുന്നത്, ഡയറക്റ്റ് ടോക്ക് നടത്തിയിട്ടില്ല. ആ ഒരു ഐഡിയോളജിയുടെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. രണ്ടുപേരും ഒരേ സ്ഥലത്ത് പോവുകയാണ്, പക്ഷേ പരസ്പരം സംസാരിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ തമ്മിൽ മീഡിയേഷൻ നടത്താൻ പോകുന്നത്? ഇത് മിക്കവാറും കുറച്ചാളിങ്ങനെ സംസാരിച്ചിട്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തന്നെ ഇവർ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് ഈ ബെർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ ഉള്ളിൽ. അതായത് അമേരിക്കയുടെ ഉള്ളിൽ ഇതിന് മുമ്പുള്ള നിയമം അനുസരിച്ച് ഒരു കുഞ്ഞ് അമേരിക്കയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അമേരിക്കൻ പൗരനാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ അമേരിക്കയിൽ വിസയിൽ പോയി പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ അവർ തമ്മിൽ വിവാഹം കഴിച്ച അവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അമേരിക്കൻ സിറ്റിസൺ ആണ്. പിന്നെ ആ കുഞ്ഞിൻ്റെ പേരിൽ ഈ പാരൻസിനും കൂടി അവിടെ വിസ കിട്ടും. അപ്പം ഇത് ട്രംപ് റദ്ദ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ. അത് കോടതി ഇപ്പം ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിനെ റദ്ദാക്കിക്കൊണ്ട് ബെർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിലനിൽക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെയും ട്രംപിന് തിരിച്ചടി. ട്രംപ് ഒരുവിധം പാസ്സാക്കിയ മറ്റുള്ള രാജ്യങ്ങളെയും മറ്റുള്ള ജനങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ പാസ്സാക്കി വെച്ചിരുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകളെല്ലാം തന്നെ കോടതി ഇപ്പം റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് 1 by 1 ആയിട്ട്. അതുപോലെ വെനിസ്വേലയെ സംബന്ധിച്ചിടത്തോളം 1750 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടുകിട്ടിയത്. 5000-ലധികം പേര് ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 2600 ബിൽഡിങ്ങുകളാണ് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞിരിക്കുന്നത്. 12000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇതുവരെ. ഇനി 50,000 പേരെ കാണാനില്ല എന്നുള്ളത് അതേപടി തുടരുകയാണ്. ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ ലെബനാൻ്റെ ഉള്ളിലും ഗാസയ്ക്കുള്ളിലും ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.